MP പ്രീതി കെയർ ഓഫ് കേരള ഗവൺമെൻറ് 32 വർഷം മുമ്പ് നടന്ന ഒരു ഉരുൾപൊട്ടൽ ദുരന്തമാണ് പ്രീതിക്ക് ഈ ഒരു അഡ്രസ്സ് സമ്മാനിച്ചത്. എങ്ങനെ അന്ന് ഓർത്തെടുക്കാൻ പറ്റി? 5 വയസ്സല്ലായിരുന്നു? അല്ല, 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. പിന്നെ 4:30ക്കാണ് സംഭവം നടക്കുന്നത്. പിന്നെ എന്തോ വെള്ളം എന്താന്ന് തട്ടിക്കൊണ്ട് പോയതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എണീറ്റ് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല, ചെളിയിൽ കുതിർന്നായിരുന്നു നിന്നത്. അപ്പോൾ എല്ലാവരും മാറി വിളിച്ചു നോക്കി, അപ്പോൾ ആരെയും വിളി കേൾക്കുന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞ് നേരം വെളുത്തപ്പോൾ ആൾക്കാർ ഓടി വരുന്നത് കണ്ട്. അച്ഛൻ്റെ അനിയന് മണ്ണിലിങ്ങനെ പൂണ്ട് കിടപ്പുണ്ടായിരുന്നു, തല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അച്ഛൻ്റെ അനിയൻ പറഞ്ഞു കുട്ടി അവിടെ ഉണ്ട്. അച്ഛൻ്റെ അനിയൻ എന്നെ കാണുന്നുണ്ടായിരുന്നു, കുട്ടി അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം എന്നെയാണ് ആദ്യം വന്ന് എടുത്ത് കൊണ്ടുപോകുമ്പം ഒരു ചേട്ടൻ എന്നെ നടത്തിച്ചപ്പം പറഞ്ഞു, ചേട്ടാ എനിക്ക് നടക്കാൻ പറ്റില്ല, എന്നെ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കാപ്പിക്കളം ടൗണിൽ കൊണ്ടുവന്ന് ഡ്രസ്സൊക്കെ മാറ്റി മാനന്തവാടിക്ക് കൊണ്ടുപോകണ പകുതിയിൽ നിന്ന് അച്ഛൻ്റെ അനിയൻ മരിച്ചു. കുടുംബത്തിലെ എത്ര പേര്? 11 പേര് മരിച്ചു. ഞാൻ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. 2 വീടായിട്ടായിരുന്നു തറവാടും. ഇത് സർക്കാരായിരുന്നു അന്ന് ദത്തെടുത്തായിട്ട് പ്രഖ്യാപിച്ചത്? ഓർമ്മയില്ല. ഇല്ല. അതിനുശേഷമുള്ള ജീവിതം എങ്ങനെ? ഇപ്പോൾ റവന്യൂ വകുപ്പിൽ ക്ലർക്കാണല്ലേ? ക്ലർക്കായിട്ട്. അങ്ങനെ പിന്നീടുള്ള ജീവിതം എൻ്റെ അമ്മേൻ്റെ വീട്ടിലായിരുന്നു. തറവാട് വടവഞ്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്, കടൽമാട് അവിടെയായിരുന്നു. അതിനുശേഷം അമ്മാവനാണ് പഠിപ്പിച്ചത്. പഠിപ്പിച്ച് ഡിഗ്രി വഴിയേ പഠിച്ചിട്ടുള്ളൂ. അതിന് പിന്നെ ഗവൺമെൻറ് ജോലി തന്നു. ഇപ്പോൾ റവന്യൂ വകുപ്പിൽ സുഖമായിട്ട് ഇരിക്കുന്നു. അപ്പം മറ്റൊരു ദുരന്തത്തിൻ്റെ പ്രവർത്തനങ്ങൾ പങ്കാളിയാണ്. ഈ ദുരന്തം കണ്ടപ്പോൾ എൻ്റെ മനസ്സ് മൊത്തം എൻ്റെ കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ ഫുള്ളും. അത് ഓർമ്മയുള്ളത്. അത് സർക്കാർ ദത്തെടുത്തായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം അതൊരു സുരക്ഷിതത്വം ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നോ? അന്നില്ലായിരുന്നു, ഇപ്പം തോന്നുന്നുണ്ട്. അന്ന് കുട്ടിയായതുകൊണ്ട് അറിയില്ലായിരുന്നു. ഇപ്പം ഏറ്റെടുത്തുകൊണ്ട് നല്ല കാര്യമാണെന്ന് മനസ്സിലാവുന്നു. ഇപ്പം എന്താ ഈ ദുരന്തവുമായി വന്നിട്ട് ഏത് സെക്ഷനിലാണ് ജോലി? ഇപ്പം ഞാൻ റവന്യൂ വകുപ്പിൽ A4 സെക്ഷൻ എന്ന് പറഞ്ഞ ഒരു സെക്ഷനാണ്. കോറി പടക്കം സംബന്ധിച്ച സെക്ഷന്. ഇവിടെ ഇതിൻ്റെ സംഭവത്തിന് പിന്നെ കളക്ഷൻ സെൻറ്ററിലേക്ക് ഡ്യൂട്ടിക്ക് ഇട്ടേക്കണത്. സർക്കാരിൻ്റെ ഒരു കൈത്താങ് ഉണ്ടായിരുന്നു, കാരണം പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ ജോലി. പിന്നെ ഒരു വീടും 2 ഏക്കർ സ്ഥലവും തന്നായിരുന്നു. അത് വീട് വാർത്തിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, അത് താമസിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളത് വിറ്റു. ഇപ്പം CC എന്ന സ്ഥലത്ത് ആ വിറ്റ പൈസയും കൊണ്ട് അവിടെ ഒരു വീട് വെച്ചു. ഇത് ഗവൺമെൻറ് 2 ഏക്കർ സ്ഥലം തന്നെ? അത് അന്നത്തെ ആ ഗവൺമെൻറ് തന്നെ തന്നത്. മുന്നോട്ടുള്ള ജീവിത യാത്രയിൽ ഈ സർക്കാരിൻ്റെ ഒരു ദത്തുപുത്രി എന്നുള്ളത് ഒരു കൈത്താങ്ങായി അല്ലേ? കൈത്താങ്ങ് തന്നെയാണ്. അപ്പോൾ വീണ്ടും ഒരു ദുരന്തത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെ ഫേസ് ചെയ്യുമ്പം പഴയ ഓർമ്മകൾ വേട്ടയാടുന്നു. മനസ്സ് മുഴുവൻ പഴയ ഓർമ്മകൾ തന്നെയുള്ളൂ. അന്ന് ചെറുതായിരുന്നു, പക്ഷെ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു, എല്ലാ സംഭവങ്ങളൊക്കെ ഓർമ്മയുണ്ട്. എന്തായാലും എല്ലാ ആശംസകളും നേരുന്നു. ജീവിതം നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോട്ടെ. ഈ ദുരന്തബാധിത പ്രദേശങ്ങൾക്ക് നല്ല നിലയിൽ പ്രവർത്തിക്കാൻ ഇടവരട്ടെ. ക്യാമറാമാൻ ശരത്തമ്പാട്ടുകാവനും വിനീഷ് പറവൂരിനുമൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.